DGP നിയമനത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച പി ജയരാജൻ CPIMൽ ഒറ്റപ്പെടുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് ഗൂഢാലോചനയിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കില്ലെന്ന സർക്കാർ നിലപാടിനൊപ്പമാണ് CPM നേതാക്കൾ. എന്നാൽ റവാഡ ഉൾപ്പെടെയുള്ളവരാണ് വെടിവെപ്പിനിടയാക്കിയതെന്നായിരുന്നു പി ജയരാജൻ നിലപാടെടുത്തത്. പാർട്ടിയുടെയും സർക്കാരിന്റെയും തീരുമാനത്തെക്കാൾ അണികളുടെ വികാരമാണ് CPIMൽ എല്ലാ കാലത്തും പി ജയരാജന്റെ ശബ്ദം. പുതിയ സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിന് ശേഷവും പാർട്ടി അണികൾക്കുള്ള നീരസമാണ് പി ജയരാജന്റെ പ്രതികരണത്തിൽ പ്രകടമായത്. എല്ലായ്പ്പോഴും ഒറ്റപ്പെട്ട അതേ നിലപാട് ഇപ്പോഴും പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം റവാഡ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ CPIM കടുത്ത നിലപാടെടുത്തു. എന്നാൽ പുതിയ DGP നിയമനത്തിൽ സർക്കാർ തീരുമാനം വന്നതോടെ റവാഡ നിരപരാധി. കൂത്തുപറമ്പ് വെടിവെപ്പ് അന്വേഷിച്ച പത്മനാഭൻ കമ്മീഷൻ കണ്ടെത്തൽ വിശദീകരിച്ച് റവാഡയ്ക്ക് ക്ലീൻ ചിറ്റ്. പറയുന്ന കാര്യം കൂത്തുപറമ്പ് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ലാത്തിച്ചാർജ്, വിദ്യാർത്ഥി പ്രവർത്തകരെ ഭീകരമായി തല്ലിച്ചതച്ച സംഭവം, ആ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് രവദ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലേ ഇല്ല. അയാൾ സർവീസിൽ പ്രവേശിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് വ്യക്തമാണ്. CPIMലെ നേതാക്കളെല്ലാം ഈ നിലപാടാണ് ആവർത്തിക്കുന്നത്. പി ജയരാജൻ ഒഴികെ രാഷ്ട്രീയാതീതമായ നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാർ എന്ന നിലപാടെടുത്ത പി ജയരാജൻ റവാഡ ഒറ്റയ്ക്കല്ല, എല്ലാവരും ചേർന്നാണ് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയതെന്ന പ്രതികരണത്തിലൂടെ പാർട്ടിയിൽ വീണ്ടും ഒറ്റപ്പെടുകയാണ്. പി ജയരാജന്റെ ഈ നിലപാട് പലതരത്തിൽ നീരസം പ്രകടമാക്കുന്നതാണ്. റിപ്പോർട്ടർ, കണ്ണൂർ.